ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനിപ്പൂൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ രേവതിക്കായിട്ട് വലിയൊരു കെണി തന്നെ ചന്ദ്ര ഹേമയും മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒരുക്കുന്നുണ്ടല്ലേ. എന്നാൽ അതെല്ലാം തന്നെ വെള്ളത്തിൽ വരച്ച വര പോലെ ആകുന്നുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ രേവതി പണവുമായിട്ട് പോകുന്ന അതേ സമയം തന്നെ നമ്മുടെ അച്ഛമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രേവതിയെ കാണാനെന്ന്. ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്നൊന്നും മുൻകൂട്ടി കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ഈച്ച പറഞ്ഞത് പ്രകാരം തന്നെ അച്ഛമ്മ ഈച്ചയുടെ കൂടെ രേവതി മേടിക്കുന്ന ആ ഒരു പൂക്കൾ മേടിക്കുന്ന ഫ്ലവർ ഷോപ്പിലേക്ക് വരുന്ന സമയത്താണ് ഈ ഒരു സംഭവങ്ങളെല്ലാം തന്നെ അരങ്ങേറുന്നതും. കഷ്ടകാലം എന്ന് പറയട്ടെ, ഗുണ്ടുകൾ ചെന്ന് കയറുന്നത് അച്ഛമ്മയുടെ ഫ്രണ്ടിലേക്കും. അച്ഛമ്മയ്ക്ക് കൃത്യമായി തന്നെ മർമ്മസ്ഥാനം നോക്കി കൈകാര്യം ചെയ്യാൻ അറിയാവുന്നത് കൊണ്ട് തന്നെയും അവർ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ട് ഈ ഒരു പണവുമായിട്ട് നേരെ ഫ്ലവർ ഷോപ്പിലേക്ക് ചെന്നതിന് ശേഷം എക്സ്ട്രാ ഒരു 1.5 ലക്ഷം രൂപയും കൂടി കൊടുത്തിട്ട് ഈ ഒരു പൂക്കളുടെ ഓർഡർ അങ്ങ് മേടിക്കുകയാണ് കേട്ടോ. എന്നാൽ ഇത് അച്ഛമ്മയാണ് ചെയ്തതെന്ന് സച്ചിക്കോ രേവതിക്കോ ഒരു സൂചന പോലും ലഭിക്കുന്നില്ല. ഇവർ ഫ്ലവർ ഷോപ്പിലേക്ക് വിളിച്ച് ഓർഡർ ക്യാൻസൽ ചെയ്യാൻ പറയുന്ന സമയത്താണ് ഇങ്ങനെ ഏതോ ഒരു സ്ത്രീ കൊണ്ട് ഇത് 5 ലക്ഷം രൂപ തന്നു, എക്സ്ട്രാ ഒരു 1.5 ലക്ഷം രൂപകളും തന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആരായിരിക്കും അതെന്നൊരു ആകാംക്ഷയോട് കൂടി തന്നെ സച്ചിയും രേവതിയും പിന്നെ ഇത് കേട്ട സമയത്ത് രവിയും എല്ലാം തന്നെ നിൽക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഈച്ച പറയുന്ന ആ ഒരു ഹീറോയിൻ എന്ന് പറയുന്നത് നമ്മുടെ അച്ഛമ്മയാണെന്നല്ലേ. അപ്പൊ നമ്മുടെ മാറ്റർ ഇതല്ല, ഇനി വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൽ സച്ചിയുടെ മുന്നിലായിട്ട് അരുൺ തോറ്റു കൊടുക്കുന്ന ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഞാൻ ഈ പറയുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയാം, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ കമന്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്. നിങ്ങൾ നൽകുന്ന ഓരോ കമന്റിലും കൃത്യമായി തന്നെ ഞാൻ റിപ്ലൈ നൽകുന്നതായിരിക്കും കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മുടെ സച്ചിക്ക് മരണം ഇടയ്ക്ക് നല്ലൊരു വിള്ളൽ തന്നെ വീണിട്ടുണ്ടല്ലേ. ഇരുവരുടെ വാശിയും അതുപോലെ തന്നെ ഒട്ടും വിട്ടുകൊടുക്കാൻ പറ്റാത്ത ഒരു വൈരാഗ്യ ബുദ്ധിയും കാരണം തന്നെ പ്രശ്നം ഇത്രയും രൂക്ഷമാകുന്നത്. എന്നാൽ സച്ചി സത്യസന്ധമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ സച്ചിയെ വളഞ്ഞ വഴിയിലൂടെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അരുൺ ഒരു കുബുദ്ധി കാണിക്കുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റായ രീതിയാണെന്ന് തന്നെ പറയാല്ലേ. സച്ചിയുടെ വാഹനത്തിന്റെ ബ്രേക്ക് പൊട്ടി അരുണിന്റെ വാഹനത്തിലേക്ക് ഇടിക്കുന്ന സമയത്ത് അരുണെ മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയുടെ വാഹനം പിടിച്ചു വെക്കുക മാത്രമല്ല സച്ചിയുടെ ലൈസൻസ് വരെ കട്ടാക്കാനായിട്ട് അരുൺ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ദേഷ്യം ഉള്ളിൽ കടക്കുന്നത് കൊണ്ട് തന്നെ നേരത്തെ ഇതിനു മുന്നേയും നമ്മുടെ സച്ചിയുടെ അതായത് രവിയെ ചീത്ത പറയുന്ന രീതിക്കൊക്കെ അരുൺ പെരുമാറുന്നതും ആ ഒരു ദേഷ്യമെല്ലാം തന്നെ സച്ചിയുടെ ഉള്ളിലുണ്ട് കേട്ടോ. അങ്ങനെ പരസ്പരം ദേഷ്യത്തിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ദേവുവിന്റെ ചേട്ടനാണ് സച്ചി എന്ന് അറിയാതെ തന്നെയാണ് അരുൺ ഈ ഇതേ രീതിയിലെല്ലാം തന്നെ പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രണയം സക്സസ് ആവുന്നതിന് വേണ്ടിയിട്ട് എല്ലാ തടയിടുന്നതും നമ്മുടെ സച്ചിയാണ്. ദേവുവിന്റെയും അരുണിന്റെയും പ്രണയത്തെക്കുറിച്ച് സച്ചി അറിയുകയും പിന്നീട് ലക്ഷ്മിയെ കണ്ടതിന് ശേഷം ഈ ഒരു വിവാഹത്തിന് താൻ സമ്മതിക്കുകയില്ല എന്നൊരു ഉറച്ച തീരുമാനം കൂടി പറയുന്നുണ്ട്. അതിനിടയിൽ തന്നെ രേവതി സച്ചിയുടെ മനസ്സ് മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ വഴക്കുണ്ടാകുന്ന സമയത്ത് ലക്ഷ്മി ദേവുവിനോടായിട്ട് പറയുന്നുണ്ട്, നീ കാരണം നിന്റെ ചേച്ചിയുടെ ജീവിതവും കൂടെ നശിച്ചെന്നൊരു കാരണം ഉണ്ടാവരുത്, അതുകൊണ്ട് നീ ഒരു ബന്ധം മറന്നേക്കാൻ പറയുമ്പോഴത്തേക്കും ദേവു വേഗം നിന്നിട്ട് അരുണ് കണ്ടതിന് ശേഷം ഈ ഒരു പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിക്കോളാം, തനിക്ക് ഈ ഒരു ബന്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ഇടവഴി കൂടെ, അതായത് ഒരു കാറ് കട്ടിച്ച് പോകാനുള്ളൊരു വഴി കൂടെ നമ്മുടെ സച്ചി വണ്ടി ഓടിച്ചിരുന്ന അതേ സമയം തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അരുണും വണ്ടി ഓടിച്ചു വരുന്നത് കേട്ടോ. ഇരുവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പുറകിലേക്ക് മാറ്റി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരേ വാശിയോടുകൂടി തന്നെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സച്ചിയുടെ വണ്ടി ഇട്ടിരിക്കുന്ന ആ ഒരു സൈഡിൽ നിന്ന് ഫുൾ ബ്ലോക്ക് ആവുകയാണ് കേട്ടോ. വണ്ടിക്കാരെല്ലാവരും തന്നെ അരുണോടായിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറയുന്നുണ്ടെങ്കിലും അരുൺ തന്റെ വാശിയോടുകൂടി തന്നെ നിൽക്കുകയാണ്. സച്ചിയോടുള്ള ഒരു വാശിയോടുകൂടി തന്നെ നിൽക്കുന്ന സമയത്താണ് അപ്പൊ സച്ചിയുടെ ഓട്ടോയ്ക്ക് തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ ദേവു ഓട്ടോയിൽ വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന അരുണാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദേവു ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കൈ തൊഴുതിന് പറയുന്നുണ്ട്, ദയവായിട്ട് പോയി പ്രശ്നം ഉണ്ടാക്കല്ലേ എന്നൊക്കെ പറയുകയും അരുൺ പെട്ടെന്ന് തന്നെ ബാക്കിലേക്ക് വണ്ടി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ സച്ചി വിചാരിക്കുന്ന വെച്ചാൽ താനൊരു വാശിയോടുകൂടി നിന്നത് കൊണ്ടാണ് അരുൺ തന്റെ മുന്നിൽ തോറ്റ് പിൻവാങ്ങുകയാണ് എന്നൊരു ഇതോടുകൂടി തന്നെ സച്ചി മുന്നോട്ട് വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിക്ക് മുന്നിൽ പൂർണ്ണമായിട്ടും അരുൺ തോറ്റു കൊടുക്കുന്നതല്ല എങ്കിലും ആ ഒരു സമയത്ത് ശരിക്കും ഒരു തോൽവി തന്നെയായിട്ട് അരുൺ അത് മാറുന്നുണ്ട്. അപ്പൊ ഇങ്ങനൊരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.